ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞാൻ വായിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പലരുടെയും അഭിപ്രായങ്ങൾ കാണുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടിയതായിട്ട് മെസ്സേജുകളും കോളുകളും എല്ലാം വന്നിരുന്നു. ഇതൊക്കെയാണ് ഇതിലെ ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. ഏറ്റവും കൂടുതൽ മനസ്സ് നിറയുന്ന ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ മനസ്സ് നിറയുന്ന കാര്യം. അത് നിങ്ങൾ ഞങ്ങളെ വിളിച്ച് അറിയിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഓരോന്നും ഞാൻ വായിക്കുന്നുണ്ട്. കമൻറ്റ് ഇടുന്ന ഓരോ ആളുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഈ കമൻറ്റ് ഇടാനാണെങ്കിൽ ഒരു സമയം കണ്ടെത്തുന്നുണ്ടല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട്. തീർച്ചയായും ഇനിയും കമൻറ്റുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കം. അതിനു മുമ്പ് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ റിവിഷൻ എക്സാം നടത്തുമെന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റിവിഷൻ എക്സാം എല്ലാം നടക്കുന്നത് നമ്മുടെ PSC ബാച്ചിലാണ്, നമ്മുടെ വാട്സപ്പ് ബാച്ചിലാണ് നമ്മുടെ റിവിഷൻ എക്സാമുകളെല്ലാം നടക്കുന്നത്. വാട്സപ്പ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മുഴുവനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ മുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് നോക്കില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും അത്രയേറെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്തു പോകുക. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ആരായിരുന്നു ISRO ചെയർമാൻ? ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് സോമനാഥാണ് അല്ലേ? സോമനാഥ് ആയിരുന്നു ISRO ചെയർമാൻ. നിലവിലെ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് V നാരായണനാണ്. ആദ്യത്തെ ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ എന്നാണത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത്? അത് ഓഗസ്റ്റ് 5 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഓഗസ്റ്റ് 23 അല്ലേ? ജൂലൈ കഴിഞ്ഞ അടുത്ത മാസം അല്ലേ ഓഗസ്റ്റ്? അപ്പോൾ ഓഗസ്റ്റ് 5 ഓഗസ്റ്റ് 23 നമ്മൾ പഠിച്ചിരുന്നു. ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. പിന്നെ LVM3M4 ആണ് അല്ലേ? LVM3M4 ആണ് വാഹനം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ലാൻഡറിന്റെ പേരെന്താണ്? ലാൻഡർ LV അല്ലേ? ലാൻഡർ വിക്രമും റോവർ പ്രഖ്യാനുമാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ ആണല്ലോ. ആദ്യത്തെ സന്ദേശം എന്തായിരുന്നു? ഞാനിതാ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നതായിരുന്നു ആദ്യത്തെ സന്ദേശം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് അല്ലേ നമ്മുടെ ഇന്ത്യ? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പിന്നെ എന്താണ്? പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഇത് ഡയറക്റ്റ് ചെയ്യേണ്ടത് അല്ലേ? പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് വീരമുത്തുവേലാണ്. ഇത് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ആളൊരു വീരനാവുന്ന നമ്മൾ പഠിച്ചതാണ്. അത് വീരമുത്തുവേലാണ്. പിന്നെ നമ്മൾ വാസ്കോഡഗാമയെ പറ്റി പഠിച്ചതാണ് അല്ലേ? 1498 മെയ് 20 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് അല്ലേ? 1498 വർഷം മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. ഞാൻ പറഞ്ഞിരുന്നു PSC പഠിക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന ഒരു വർഷമാണ്. 1498 മെയ് 20 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഏതാണ്? സെന്റ് ഗബ്രിയൽ അല്ലേ? സെന്റ് ഗബ്രിയൽ ആണ് വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര്. പിന്നെ വാസ്കോഡഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകളൊക്കെ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ, ദി ബെറിയോ എന്നീ കപ്പലുകളാണ്. എന്നാണ് വാസ്കോഡഗാമ അവിടെ നിന്നും യാത്ര തിരിച്ചത്? ഏതാണ് ഈ അവിടെ നിന്നും എവിടെ നിന്നാണ് യാത്ര തിരിച്ചത്? ലിസ്ബണിൽ നിന്നുമാണ് അല്ലേ? ലിസ്ബണിൽ നിന്നും 1497 വാസ്കോഡഗാമ യാത്ര തിരിച്ചത്. 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വാസ്കോഡഗാമ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് കേട്ടോ. 1498 മെയ് 20. മെയ് 20 ചിലപ്പോൾ ഓപ്ഷനിൽ മാർച്ച് 20 തരും. രണ്ടും മാവിച്ചിട്ടായതുകൊണ്ട് നിങ്ങളൊന്നും കൺഫ്യൂഷൻ ആക്കാൻ നോക്കും. 1498 മെയ് 20 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് നമ്മൾ പഠിച്ചു. പിന്നെ വാസ്കോഡഗാമ 3 തവണയാണ് അല്ലേ വന്നിട്ടുള്ളത്? ആദ്യത്തെ തവണ വന്നത് 1497 അവിടെ നിന്നും യാത്ര തിരിച്ച് ഇവിടെ എത്തിയതെപ്പോഴാണ്? 1498 പിന്നെ തിരിച്ചു പോയതെപ്പോഴാന്ന് ചോദിച്ചാൽ 1499 അല്ലേ? അടുത്തുള്ള വർഷങ്ങളാണ്. അധികം കൺഫ്യൂഷൻ ഒന്നും വരില്ല. പിന്നെ വാസ്കോഡഗാമ ഇങ്ങോട്ട് എത്തിയത് രണ്ടാം തവണ വാസ്കോഡഗാമ കേരളം സന്ദർശിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1502 അല്ലേ? 1502 മൂന്നാം തവണ വാസ്കോഡഗാമ കേരളം സന്ദർശിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1524 എന്നാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. വാസ്കോഡഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24 അല്ലേ? 1524 ഡിസംബർ 24. കണക്ട് ചെയ്താൽ പോരെ, രണ്ടിലും ഒരു 24 അല്ലേ? 1524 ഡിസംബർ 24
വാസ്കോ ഡ ഗാമ അന്തരിച്ചത്, ആദ്യം അടക്കം ചെയ്തത് എവിടെയാണെന്ന് ചോദിക്കും. സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അല്ലേ. 1539 അവിടെ നിന്നും മാറ്റി 39ലാണ് 1539 സെന്റ് ഫ്രാൻസിസ് ചർച്ചിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതശരീരം എങ്ങോട്ടാണ് മാറ്റിയത് ലിസ്ബണിലേക്കാണ് അല്ലേ. ലിസ്ബണിലെ ഏത് ചർച്ചിലേക്കാണ്? ജെറോണിമസ് കത്തീഡ്രൽ അല്ലേ. ജെറോണിമസ് കത്തീഡ്രൽ, ആ പേരൊന്ന് പഠിച്ചു വെച്ചോ. ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു പേരാണ്, എന്നാലും ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിച്ചു കേട്ടോ. ജെറോണിമസ് കത്തീഡ്രലാണ്. എങ്ങോട്ടാണ്? ജെറോണിമസ് കത്തീഡ്രലിലേക്കാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത്. ലിസ്ബണിലേക്കാണ്, ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രൽ. അപ്പോൾ അതും ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യ വരവിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് പഠിക്കാണ്ട്, എക്സ്ട്രാ ഒരു പോയിന്റ് ഉണ്ട്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നേക്കാം. ഓക്കെ, അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ 1000 രൂപ കൊണ്ടാണ് വന്നതെന്ന് നിങ്ങളൊന്ന് ഊഹിക്കുക. 1000 രൂപ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ എത്ര ഇരട്ടി ലാഭവുമായിട്ടാണ് പോയതെന്ന് ചോദിച്ചാൽ 60,000 രൂപ കൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഓക്കെ ആണല്ലോ. 1000 രൂപ കൊണ്ട് വന്നു, 60,000 രൂപ കൊണ്ട് തിരിച്ചു പോയി. ഈ രൂപയുടെ കണക്ക് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എത്ര ഇരട്ടി എന്നാണ് ചോദിക്കുക. അത് 60 ഇരട്ടി എന്നാണ് ശരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 60 ഇരട്ടി തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 60 ഇരട്ടി ലാഭവുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. എത്രയാണ്? 60 ഇരട്ടി ലാഭവുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. അപ്പോൾ അതും കിട്ടിയല്ലോ. അപ്പോൾ അവിടേക്ക് ഓക്കെ അല്ലേ. അപ്പോൾ വാസ്കോ ഡ ഗാമ എപ്പോഴൊക്കെയാണ്? 1498, 1502, 1524. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം നമുക്ക് പഠിക്കാം അല്ലേ. 1920, 1925, 1927, പിന്നെ എപ്പോഴാണ്? 1934 1937 1925 അല്ലേ. രണ്ടാം കേരള സന്ദർശന വേളയിലാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത്. എപ്പോഴാണ്? 1925 1925 അല്ല കേട്ടോ, 1925 സോറി. അപ്പോൾ എപ്പോഴൊക്കെയാണ്? 1920, 1925, 1927, 1934, 1937 എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അതിൽ രണ്ടാം കേരള സന്ദർശന വേളയിലാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് അല്ലേ. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് എപ്പോഴാണ്? ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1922 ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് 1922. ഓക്കെ, ഗാന്ധിജിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ആരാണ്? അത് നമ്മുടെ ഡോക്ടർ പൽപ്പു ആണ് അല്ലേ. ഡോക്ടർ പൽപ്പു ആണ് ഗാന്ധിജിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് അല്ലേ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ 1891 മലയാളി മെമ്മോറിയൽ. അതാരും ബാരിസ്റ്റർ GP പിള്ള അല്ലെ. ബാരിസ്റ്റർ GP പിള്ള, അദ്ദേഹത്തെ പറ്റി നമ്മളൊരു പോയിന്റ് പഠിച്ചതാണ്. എന്താണ്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. അത്രയൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ എന്താണ്? INC-യിൽ പങ്കെടുത്ത ആദ്യ മലയാളി നമ്മൾ പഠിച്ചതാണ് അല്ലേ. INC-യിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ INC-യിൽ പങ്കെടുത്തതാണ്. INC-യിൽ അധ്യക്ഷനായത് ആരാണ്? അത് നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായരാണ്. C ശങ്കരൻ നായർ, പാലക്കാടിലെ ഒറ്റപ്പാലംകാരനായ ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഏത് സമ്മേളനമാണ്? അമരാവതി സമ്മേളനമാണ് അല്ലേ. അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷനായത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കാം. നമുക്ക് INC നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. മുമ്പത്തെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല തോന്നുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ 99-ലെ വെള്ളപ്പൊക്കം നടന്ന വർഷം, ആദ്യത്തെ ചോദ്യമാണ്. 99-ലെ വെള്ളപ്പൊക്കം നടന്ന വർഷം. ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനമാണിത്. കാരണം 99-ലെ വെള്ളപ്പൊക്കം ഏത് നദിയിലാണ് നടന്നത്? പെരിയാറിലാണ് അല്ലേ. 99-ലെ വെള്ളപ്പൊക്കം നടന്നത് പെരിയാറിലാണ് അല്ലേ. പെരിയാർ, പൂർണ്ണ, ചൂർണി എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ് അല്ലേ. പൂർണ്ണ, ചൂർണി എന്നും. അതുപോലെ തന്നെ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാലും പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി അല്ലേ, പെരിയ നദിയല്ലേ, ഏറ്റവും വലുത് പെരിയ നദിയാണ്. അപ്പോൾ അതും പെരിയാറാണ്. ഇവിടെ എന്താണ്? 99-ലെ വെള്ളപ്പൊക്കം നടന്ന വർഷം 1899, 1999, 1799, 1924. ഓക്കെ, 1899, 1999, 1924, 1799. എപ്പോഴാണ് നടന്നത്? 99-ലെ വെള്ളപ്പൊക്കം. 99-ലെ വെള്ളപ്പൊക്കം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. 99. അപ്പോൾ ഏതോ 99 ആണ് നമുക്ക് തോന്നിപ്പോകും, പക്ഷെ അല്ല. എന്തുകൊണ്ട് 99 ആയെന്നും നമുക്ക് പഠിക്കാം. ഇത് എപ്പോഴാണ്? 1924. നമ്മളൊന്ന് സാമാന്യം ചിന്തിച്ചാൽ മതി. ഇത്രയും 99 ഇവിടെ കൊടുത്തിട്ടും ഈ ഒരു ബന്ധമില്ലാത്തൊരു വർഷം ഇവിടെ എന്തിനാണ് കൊടുത്തത്? ഇനിയിപ്പോൾ ഒരു വർഷം എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഈ 99-നോട് അടുത്തുള്ള ഒരു വർഷം കൊടുത്തൂടെ? 1898 1998 അങ്ങനെയൊക്കെ കൊടുത്തൂടെ? അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷമല്ലേ 1998. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. അമർത്യ സെന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് 1998. ഇവിടെ എന്താ പറഞ്ഞത്? 1924 ഉത്തരം. നമുക്ക് സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ മതി. കാരണം ബാക്കിയൊക്കെ 99 കൊടുത്തിട്ടുണ്ട്. ഒരു വർഷം മാത്രം 99 ഒരു ബന്ധമില്ല. അപ്പോൾ അതാണ് ഉത്തരം വരേണ്ടത്. ഉത്തരം 1924. നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1924. അപ്പം 1924 99-ലെ വെള്ളപ്പൊക്കം നടന്നത്. എന്താണ്? കൊല്ലവർഷം
കൊല്ലവർഷം 1099 കൊല്ലവർഷം 1099 ഏത് നടന്നത്? 99 വെള്ളപ്പൊക്കം നടന്നത് പെരിയാറിലാണ്. അപ്പോൾ എപ്പോഴാണെന്ന് പഠിച്ചു വെച്ചോ? 1099. എന്താണ്? കൊല്ലവർഷം 1099. കൊല്ലവർഷം 1099 പെരിയാറിൽ 99 വെള്ളപ്പൊക്കം നടന്ന വർഷം 1924. മറക്കരുതേ, 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്താണ് അല്ലേ 99 വെള്ളപ്പൊക്കം നടന്നത്. ഇനി ബാക്കി പോയിന്റ്സ് നമുക്ക് നോക്കാം. പെരിയാറിനെ പറ്റിയുള്ള പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. പെരിയാർ അറിയുന്ന പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഒപ്പം റിവൈസ് ചെയ്ത് വന്നാൽ മതി. അറിയാത്തതാണെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കണേ. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? പൂർണ്ണ ചൂർണി. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലല്ലേ ചൂർണി എന്ന് ശങ്കരാചാര്യർ പൂർണ്ണ എന്നും വിശേഷിപ്പിച്ചത് അല്ലേ? കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ആരാണ് കൗടില്യൻ ആരാണ്? ചാണക്യനാണ് അല്ലേ? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നും വിശേഷിപ്പിച്ച നദിയാണ് ഏത്? പെരിയാർ അല്ലേ? ശങ്കരാചാര്യർ എന്താണ് വിശേഷിപ്പിച്ചത്? പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദിയും കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും വിശേഷിപ്പിച്ച നദിയാണ് ഏത്? പെരിയാർ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന, അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധനം ഉണ്ട്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാറാണ്. പക്ഷെ അവിടെ വേറൊരു ചോദ്യമുണ്ട്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് വെച്ചാൽ അത് പമ്പയാണ്. ഏതാണ്? പമ്പ. അപ്പൊ തിരുവിതാംകൂറിന്റെ ജീവനാഡി പമ്പ, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. എത്ര കിലോമീറ്റർ ഉണ്ട്? 244 കിലോമീറ്റർ ആണ് അല്ലേ? 244 കിലോമീറ്റർ ആണുള്ളത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള നദി ഏതെന്ന് ചോദിച്ചാലും പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളതും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയൊക്കെ ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? പെരിയാറാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ഇടുക്കി ജലവൈദ്യുത പദ്ധതി, ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ പെരിയാറിലാണ്. എപ്പോഴാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്? 1940. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പിന്നെ ഏറ്റവും വലിയത് ഏതാന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. അപ്പോൾ ഓക്കെ, എത്ര പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പോൾ 99 വെള്ളപ്പൊക്കം നടന്ന വർഷം എപ്പോഴാണ്? 1924. 1924. ഈ 1924 എന്ത് നടന്നു? നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1924 അല്ലേ? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1924. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അതാരാണ്? അത് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് ടി കെ മാധവനും. എന്നാൽ നമുക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യം പഠിക്കാണ്ട്, വൈക്കം സത്യാഗ്രഹത്തോട് ഞാൻ എല്ലാ ക്ലാസ്സിലും ഈ വൈക്കം സത്യാഗ്രഹം എടുത്തു തരുമ്പോൾ പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യവും ഇനിയും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ചോദ്യവും ഇതാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാണ്? സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മന്നത്ത് പത്മനാഭൻ. എന്തൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ് അല്ലേ? കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും മന്നത്ത് പത്മനാഭനാണ്. ആരാണ് മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്? മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ KM പണിക്കരാണ് അല്ലേ? മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്നും, പിന്നെ ആരാണ്? വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്നും, അതുപോലെ തന്നെ പഴശ്ശിരാജയെ കേരള സിംഹം എന്നും ഒക്കെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ KM പണിക്കരാണ്. ഇവിടെ മന്നത്ത് പത്മനാഭനെ എന്താ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ കേരള മദൻ മോഹൻ മാളവ്യ. ഈ മദൻ മോഹൻ മാളവ്യ അല്ലേ? മദൻ മോഹൻ മാളവ്യ എന്താണ് അറിയപ്പെടുന്നത്? യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യാണ് അല്ലേ? മദൻ മോഹൻ മാളവ്യാണ് എന്തറിയപ്പെടുന്നത്? യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? മന്നത്ത് പത്മനാഭൻ എന്താണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു അത് ടി കെ മാധവനാണ് അല്ലേ? ടി കെ മാധവൻ. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോടെ അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ടി കെ മാധവൻ. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒന്ന് പഠിക്കാണ്ട് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് E.V. രാമസ്വാമി
രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കറാണ് വൈക്കം ഹീറോ, വൈക്കം വീരൻ, അതുപോലെ തന്നെ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് EV രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, EV രാമസ്വാമി നായ്ക്കറാണ് എന്തൊക്കെ അറിയപ്പെടുന്നത്? വൈക്കം വീരൻ, വൈക്കം ഹീറോ, അതുപോലെ തന്നെ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. എനിക്ക് എഴുതാനൊരു ഇത് കിട്ടുന്നില്ല, അതാട്ടോ അങ്ങനെ ഒന്നിരുന്ന് എഴുത്ത് ശരിയാവണില്ല. ഓക്കെ, അപ്പോൾ അത്ര ഭാഗം ക്ലിയർ അല്ലേ? അപ്പോൾ പെരിയാർ നമ്മൾ പഠിച്ചു. പെരിയാർ എന്താണ്? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നും വിശേഷിപ്പിച്ച നദി ഏതാന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ്ണ എന്നും വിശേഷിപ്പിച്ച നദി ഏതാന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. 99 വെള്ളപ്പൊക്കം നടന്നത് 1924 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. കുമാരനാശാന്റെ ബോട്ടപകടം നടന്നതും 1924 അല്ലേ? 1924 കുമാരനാശാന്റെ ബോട്ടപകടം നടന്നത്. എന്താണ് കുമാരനാശാൻ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ്. കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ഏതാ? കുമാരനാശാന്റെ ഖണ്ഡകാവ്യം വീണപൂവാണ് അല്ലേ? കുമാരനാശാന്റെ ഖണ്ഡകാവ്യം വീണപൂവ് എവിടെ ഇരുന്നിട്ടാണ് രചിച്ചത്? കുമാരനാശാൻ ഖണ്ഡകാവ്യം രചിച്ചത് എവിടെ ഇരുന്നിട്ടാണ്? അത് പാലക്കാടുള്ള ജൈനിമേട് വെച്ചിട്ടാണ് കുമാരനാശാൻ ഖണ്ഡകാവ്യം രചിച്ചത്. ഏതാണ്? വീണപൂവാണ് അല്ലേ? മഹാകാവ്യം എഴുതാതെ മഹാകവിയായ മലയാള കവി ആരാന്ന് ചോദിച്ചാലും കുമാരനാശാനാണ് അല്ലേ? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം ആരുടെ വാക്കുകളാണ്? കുമാരനാശാന്റെ വരികളാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ജാതി ചോദിക്കയില്ല ഞാൻ സോദരി, ഇതും ആരുടെയാണ്? ഇതും കുമാരനാശാന്റെ. ഓക്കെ, കുമാരനാശാന്റെ വരികളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. അപ്പോൾ 99 വെള്ളപ്പൊക്കം പഠിച്ചല്ലോ, 1924 ഇനി ഒരു ഡൗട്ട് ഉണ്ടാവരുത്. 1924 നടന്നത്. മലയാള വർഷം 1999 നമ്മൾ പെരിയാറിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് ബാക്കി 2 നദികൾ കൂടി, ഒരു പ്രധാനപ്പെട്ട 2 നദികൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയല്ലേ? പേരാർ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴ. പിന്നെ എന്താണ്? നിള എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. ആരാണ് നിളയുടെ കഥാകാരൻ? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ് അല്ലേ? MT വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. നിളയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? P കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ, അപ്പോൾ P കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത്. നിളയുടെ കഥാകാരനാണ് MT, മാറിപ്പോയത്. നിളയുടെ കഥാകാരനാണ് MT, നിളയുടെ കഥാകാരനാണ് MT. കുട്ടനാടിന്റെ കഥാകാരൻ ആരാ? കുട്ടനാടിന്റെ കഥാകാരൻ അത് തകഴിയാണ് അല്ലേ? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ്. കുട്ടനാടിന്റെ കഥാകാരൻ തകഴി, നിളയുടെ കഥാകാരൻ MT. കോഴിക്കോടിന്റെ കഥാകാരനാണ് SK പൊറ്റക്കാട്. കോഴിക്കോടിന്റെ കഥാകാരനാണ് SK പൊറ്റക്കാട്. ഓക്കെ, കോഴിക്കോടിന്റെ കഥാകാരൻ SK പൊറ്റക്കാട്. അപ്പോൾ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണ് കേട്ടോ. SK പൊറ്റക്കാടിന്റെ കൃതികൾ ഏതൊക്കെയാണ്? ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പാതിര സൂര്യന്റെ നാട്ടിൽ, ഇതൊക്കെ ആരുടെ കഥയാണ്? ഇതൊക്കെ ആരുടെ കൃതികളാണ്? ഇത് SK പൊറ്റക്കാടിന്റെ കൃതികളാണ് അല്ലേ? ആദ്യമായിട്ട് നോവലിന് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടിനാണ് അല്ലേ? ജ്ഞാനപീഠം ലഭിച്ച 2ാമത്തെ വ്യക്തിയാണ് SK പൊറ്റക്കാട് അല്ലേ? SK പൊറ്റക്കാടിനല്ലേ? ആദ്യം ലഭിച്ചത് ആർക്കാണ്? G ശങ്കരക്കുറുപ്പിനാണ്. 1965 G ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി, 1995 MT, 2007 ONV, 2019 അക്കിത്തം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. അക്കിത്തത്തിന്റെ വരികളാണ് അല്ലേ? വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. പിന്നെ വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി ആരുടെ വരികളാണ്? G ശങ്കരക്കുറുപ്പിന്റെ വരികളാണ് അല്ലേ? കാക്കേ കാക്കേ കൂടവിടെ, അതുപോലെ തന്നെ പ്രാവേ പ്രാവേ പോകരുതേ, രണ്ടും ആരുടെയാണ്? ഉള്ളൂരിൻ്റെയാണ്. കാക്കേ കാക്കേ കൂടവിടെ, കൂട്ടിന്റെ ഉള്ളിലല്ലേ? കൂട്ടിന്റെ ഉള്ളിൽ ആലോചിച്ചാൽ മതി. അതുപോലെ പ്രാവേ പ്രാവേ പോകരുത്, എങ്ങോട്ടും പോകരുത്, കൂട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, എങ്ങോട്ടും പോകരുത്. കൂട്ടിന്റെ ഉള്ളിൽ, ഉള്ളൂർ. ഓക്കെ, ഉള്ളിയിൽ എന്നല്ല, ഉള്ളിൽ. ഓക്കെ, ഉള്ളൂരാണ് അല്ലേ? ഉള്ളൂരാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കാക്കേ കാക്കേ കൂടവിടെ, പ്രാവേ പ്രാവേ പോകരുതേ, ഉള്ളൂരിന്റെ വരികളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ അത്രയൊക്കെ പഠിച്ചില്ല. അപ്പോൾ ഭാരതപ്പുഴ, പേരാർ എന്നറിയപ്പെടുന്ന നദി, നിള എന്നറിയപ്പെടുന്ന നദിയും, അതുപോലെ തന്നെ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. ഓക്കെ, എത്ര കിലോമീറ്ററാണ്? 209 കിലോമീറ്ററാണ്. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ. നൈൽ, നിഴ, പേരാർ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്ത് പോയിന്റ് പഠിക്കണം? ഒരു പോയിന്റ് കൂടി എഴുതി വെച്ചോ. ഗാന്ധി, നെഹ്റു, അതുപോലെ തന്നെ ശാസ്ത്രി, ഇവരുടെയൊക്കെ ചിതാഭസ്മം ഒഴുക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയിലാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ ആരുടെയൊക്കെയാണ്? ഗാന്ധിജിയുടെയും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഗാന്ധിജി, നെഹ്റു, അതുപോലെ തന്നെ ശാസ്ത്രി. ഇവരുടെയൊക്കെ ചിതാഭസ്മം ഒഴുക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയിലാണ്. എത്ര കിലോമീറ്ററാണ് നമ്മൾ പഠിച്ചു? ഒന്നുകൂടി അടയാളപ്പെടുത്തി വെച്ചോ. 209 കിലോമീറ്ററാണ്. പിന്നെ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? നിള, പേരാൽ,
പിന്നെ ഏതാണ് പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. എന്തായാലും പഠിച്ചു വെച്ചോ. പൊന്നാനിപ്പുഴ, നിള, പേരാൽ, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയൊക്കെ ഭാരതപ്പുഴ. ഈ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നൈലിന്റെ ദാനം ഈജിപ്താണ് അല്ലേ? നൈലിന്റെ ദാനം ഈജിപ്താണ്. കുട്ടനാടിന്റെ ദാനം എന്നറിയപ്പെടുന്ന ഏതാണ്? സോറി, കുട്ടനാടിന്റെ ദാനം അല്ല, പമ്പയുടെ ദാനമാണ് കുട്ടനാട്. ഓക്കെ, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയുടെ ദാനമാണ് കുട്ടനാട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇന്ന് നമുക്ക് പമ്പയെ പറ്റി പഠിക്കണ്ടേ? പമ്പ കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയാണ്. രണ്ടാമത്തെ വലിയ നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ് അല്ലേ? ഭാരതപ്പുഴയാണ് രണ്ടാമത്തെ വലിയ നദി. മൂന്നാമത്തെ വലിയ നദി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? പമ്പയാണ് മൂന്നാമത്തെ വലിയ നദി. ഞാൻ മെയിൻ ആയിട്ടൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ പമ്പയാണ് കേട്ടോ. പിന്നെ കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്നതും പമ്പയാണ്. കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്നതും പമ്പയാണ്. പിന്നെ എന്താണ്? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി. അതുപോലെ തന്നെ ബാരിസ് അല്ലേ? ബാരിസ് എന്നറിയപ്പെടുന്നത് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയും ഏതായിരുന്നു? അതും പമ്പയാണ് അല്ലേ? അപ്പൊ എന്തൊക്കെ പഠിച്ചു? തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ പമ്പയാണ്. പിന്നെ കേരളത്തിലെ പുണ്യനദി ഏതെന്ന് നമുക്കറിയാം അല്ലേ? പുണ്യനദി പമ്പയാണെന്ന് നമുക്കറിയാം. അപ്പോൾ പുണ്യനദി ഏത് എന്ന് ചോദിച്ചാലും പമ്പയാണ്. പിന്നെ എന്താ? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി. ഈ ബാരിസ് ചോദ്യം വരുമ്പോൾ മിക്കവാറും നിങ്ങൾ ഭാരതപ്പുഴയ്ക്ക് പോവരുത് കേട്ടോ. എന്താണ് ബാരിസ്? എവിടെയാണ് ബാരിസ് എന്നറിയപ്പെടുന്നത്? പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് ഒരിക്കലും ഭാരതപ്പുഴ അല്ല. ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്തോ? ഭാരതപ്പുഴ അല്ല. ഓക്കെ, സാർ അതല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാരിസ് കണ്ട ഭാര വെച്ചിട്ട് ഭാരതപ്പുഴയിലേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ ഭാരതപ്പുഴ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? നിള, പേരാൽ, പൊന്നാനിപ്പുഴ, കേരളത്തിന്റെ നൈൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നിളയുടെ കഥാകാരൻ ആരാണ് നമ്മൾ പഠിച്ചു? നിളയുടെ കഥാകാരൻ MT യും നിളയുടെ കവി P കുഞ്ഞിരാമൻ നായരുമാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ്? നിളയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഉണ്ടല്ലോ, ഏതാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. എവിടെയാണ്? ചെറുതുരുത്തിയാണ് അല്ലേ? തൃശ്ശൂരുള്ള ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ആരാണ് സ്ഥാപിച്ചത്? വള്ളത്തോളാണ് അല്ലേ? വള്ളത്തോളാണ് സ്ഥാപിച്ചത്. വള്ളത്തോളിന്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വരികൾ ഓർമ്മ വരുന്നുണ്ടോ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെ വാക്കുകളാണ്? ആരുടെ വരികളാണ്? അത് വള്ളത്തോളിന്റെ. എങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി? മറ്റുള്ള വള്ളത്തോൾ. ഓക്കെ, മറ്റുള്ള വള്ളത്തോൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. ഇതും ആരുടെ വരികളാണ്? അതും വള്ളത്തോളിന്റെ വരികളാണ്. ജ്ഞാനപീഠം ലഭിച്ച കവികളുടെ പേര് മറക്കരുതേ. മലയാളി കവികൾ ആരൊക്കെയാണ്? ആദ്യം ഒന്നുകൂടി എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്തുവാ. ഞാൻ വേണമെങ്കിൽ വർഷങ്ങൾ ഇവിടെ എഴുതി തരാം, അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. 1965 ആർക്കാണ് ലഭിച്ചത്? 1965 ജി ശങ്കരക്കുറുപ്പിനാണ് ലഭിച്ചത്. ഈ ജി ശങ്കരക്കുറുപ്പാണ് വാക്കുരുവി, വരുകുരുവി, വാഴക്കൈമേൽ ഇരുകുരുവി എന്ന വരികൾ ആരുടെയെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും ജി ശങ്കരക്കുറുപ്പാണ്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പോൾ 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 82 തകഴി. പിന്നെ അടുത്തത് 80 82 കഴിഞ്ഞാൽ പിന്നെ 95 95. ഓക്കെ, 95 ആർക്കാണ് ലഭിച്ചത്? 95 MTക്കാണ് ലഭിച്ചത്. 2007 ആർക്കാണ്? ONV. 2019 അക്കിത്തത്തിന് ലഭിച്ചത് അല്ലേ? അക്കിത്തം വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. വരികൾ മറക്കരുതേ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം അക്കിത്തത്തിന്റെ വരികളാണ്. 2007 ONV. 1995 MT. 84 82 കേട്ടോ, 84 1984 കേട്ടോ തകഴി. സോറി, 84 മറക്കരുത്. 84 സോറി മിസ്റ്റേക്ക് പറ്റി. 84 കേട്ടോ, മറക്കാതെ പഠിക്കണേ. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി, 1984 തകഴി. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണേ. 1984 തകഴിക്കാണ് ലഭിച്ചത് കേട്ടോ. 1984 തകഴിക്ക് ലഭിച്ചു. തകഴി എന്താണ് അറിയപ്പെടുന്നത്? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ തകഴിയാണ്. തകഴിക്ക് എപ്പോഴാണ് ജ്ഞാനപീഠം ലഭിച്ചത്? സോറി, 82 അല്ല കേട്ടോ, 84 പഠിച്ചു വെക്കണേ, തെറ്റിച്ച് പഠിക്കരുത്. 1984 80 ആർക്കാണ് ലഭിച്ചത്? SK പൊറ്റക്കാടിനാണ് അല്ലേ? SK പൊറ്റക്കാട് എന്താണ്? കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. പലർക്കും അവിടെ ബഷീർ ആണോ എന്ന് തോന്നിപ്പോവും. ആരാണ് ബഷീർ? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതാണ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാറരുതേ. 1965 ജി ശങ്കരക്കുറുപ്പ്. ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. 1965 ജി ശങ്കരക്കുറുപ്പ്. പിന്നെ 80 ആർക്ക് ലഭിച്ചു? ആദ്യമായിട്ട് നോവലിന് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടനാണ്.
1965 ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. പിന്നെ 1980 ആർക്കാണ് ലഭിച്ചത്? 80 എസ് കെ പൊറ്റക്കാടിനാണ് അല്ലേ. ആദ്യമായിട്ട് നോവലിന് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ മറക്കരുത്, നോവലിന് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ്, പോയി കുത്തരുത് കേട്ടോ. ജി ശങ്കരക്കുറുപ്പ് അല്ല, ആരാണ്? എസ് കെ പൊറ്റക്കാടിനാണ് നോവലിന് ലഭിച്ചത്. ഏതാണ്? ഒരു ദേശത്തിന്റെ കഥയല്ലേ, ദേശത്തിന്റെ കഥക്കാണ് ലഭിച്ചത്. ഏതാണ് ആ ദേശം? അതിരാണിപ്പാടമാണ് അല്ലേ, അതിരാണിപ്പാടം. ദേശം അതിരാണിപ്പാടം. പിന്നെ ഒരു തെരുവിന്റെ കഥയും അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഒരു തെരുവിന്റെ കഥയിലെ തെരുവ് ഏതാന്ന് ചോദിച്ചാൽ അത് മിഠായി തെരുവാണ് അല്ലേ. മിഠായി തെരുവ് കോഴിക്കോടാണെന്ന് കണക്ട് ചെയ്താൽ തന്നെ കോഴിക്കോടിന്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാടാണെന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എസ് കെ പൊറ്റക്കാടാണ് കോഴിക്കോടിന്റെ കഥാകാരൻ. 1980 അദ്ദേഹത്തിന് ലഭിച്ചത്. 84 തകഴി, 84 80 കഴിഞ്ഞാൽ 84, പിന്നെ 95, പിന്നെ 2007, പിന്നെ ഏതാണ് 2019. 95 ആർക്കാണ്? MT നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MTക്കാണ് 95 ലഭിച്ചത്. പിന്നെ 2007 ONV ക്കാണ് ലഭിച്ചത്. പിന്നെ 2019 അക്കിത്തത്തിനാണ് ലഭിച്ചത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ജ്ഞാനപീഠം സെറ്റായി. പിന്നെ ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയ വർഷവും 1965. അപ്പോൾ ആദ്യം ലഭിച്ചത് ഒരു മലയാളിക്കാണ്, ആദ്യം തന്നെ ഒരു മലയാളിക്ക് ലഭിച്ചു. അപ്പോൾ 1965 ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത്. ആദ്യം ലഭിച്ച വനിത ആരാന്ന് ചോദിക്കൂലേ, അത് പഠിച്ചു വെച്ചോ. ആദ്യം ലഭിച്ച വനിത മലയാളി വനിത അല്ല, ആദ്യം ലഭിച്ച വനിത ജ്ഞാനപീഠം ആദ്യം ലഭിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ ആശാ പൂർണ ദേവി. ആശാപൂർണ ദേവിക്കാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിക്കുന്ന വനിത. ആദ്യം ജ്ഞാനപീഠം ലഭിക്കുന്ന വനിത ആരാന്ന് ചോദിച്ചാൽ ആശാപൂർണ ദേവി. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതി, ജ്ഞാനപീഠം ലഭിക്കണമെന്ന് ഭയങ്കര ആശ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ജ്ഞാനപീഠം ലഭിക്കണമെന്ന് ഭയങ്കര ആശയായിരുന്നു. അതുകൊണ്ട് ആശാപൂർണ ദേവി, ഈ ആശ വെച്ച് കണക്ട് ചെയ്താൽ മതി. ജ്ഞാനപീഠം ലഭിക്കണം, ആദ്യം ഇതുവരെ ഒരു വനിതക്കും ലഭിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് തന്നെ ലഭിക്കണം എന്നുള്ള നല്ല ആശ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആശാപൂർണ ദേവിക്കാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ ആശാപൂർണ ദേവി. ഓക്കെ, അപ്പോൾ അതുവരെ ക്ലിയറായി. നമ്മൾ പമ്പ പഠിച്ചു, ഭാരതപ്പുഴ പെരിയാറൊക്കെ പഠിച്ചു അല്ലേ, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ 1924 വൈക്കം സത്യാഗ്രഹം. ആരാണ് വൈക്കം ഹീറോ? വൈക്കം ഹീറോ EV രാമസ്വാമി നായ്ക്കറാണ്. മാറിപ്പോയത് കേട്ടോ, TK മാധവനല്ല. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. പിന്നെ ഒരു കാര്യം കൂടി, ഒരു പോയിന്റ് കൂടി പഠിച്ചു വെച്ചോ. ഈ വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി, ഇന്ത്യയിൽ പോയിന്റ് പഠിച്ചു വെച്ചോ, ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം, കേരളത്തിലെ ആദ്യ സംഘടിത കലാപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് അല്ലേ. ആറ്റിങ്ങൽ കലാപം കേരളത്തിലെ ആദ്യ സംഘടിത കലാപം, അല്ലെങ്കിൽ ഇന്ത്യയിലും അതാണ്. ആറ്റിങ്ങൽ കലാപമാണ് ആദ്യ സംഘടിത കലാപമായത്. അപ്പോൾ ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപം 1721 1721 ആറ്റിങ്ങൽ കലാപം. പക്ഷേ കേരളത്തിലെ ആദ്യ കലാപം ഏതെന്ന് ചോദിച്ചാൽ ആദ്യം സംഘടിച്ചത് ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യ കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇത് ഈ അടുത്ത് വന്ന ഒരു ചോദ്യമാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ, ഈ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നബാർഡാണോ? നബാർഡ്, EFG, ABCD ആണ്. അപ്പോൾ നബാർഡാണ്. ഓപ്ഷൻ എ നബാർഡ് അല്ല, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ H ഗ്രാമീണ ബാങ്കുകൾ. ഓക്കെ, ഗ്രാമീണ ബാങ്കുകൾ. ഈ നബാർഡുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാ? അത് ശിവരാമൻ കമ്മിറ്റിയാണ്. ഏതാണ്? ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡ്. അപ്പോൾ നബാർഡ് ക്യാൻസലായേ, നബാർഡല്ല. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി, അതുമല്ല. ഗ്രാമീണ ബാങ്കുകൾ ഏതാണ്? RRB ആണ് അല്ലേ, റൂറൽ റീജിയണൽ ബാങ്കാണ്. ഓക്കെ, റൂറൽ ബാങ്ക്. ഗ്രാമീണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആ കമ്മിറ്റി ഏതാണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണേ. ഗ്രാമീണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഉത്തരം വരുന്നത് RBI ആണ് കേട്ടോ. ഉത്തരം വരുന്നത് RBI ആണ്. അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? RBIയുമായി ബന്ധപ്പെട്ടതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. ഏത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഈ ഗ്രാമീണ ബാങ്കുകളുടെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം. എന്തായാലും അത് പഠിച്ചിരിക്കുകയും വേണം. കമൻറ്റ് നോക്കി പഠിക്കണം. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ പഠിക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ സപ്രു കമ്മിറ്റിയാണ് നമ്മൾ പഠിച്ചു. നബാർഡ് എന്നാണ് ശിവരാമൻ കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് RBIയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ്സ് പഠിക്കാം. എപ്പോഴാണ് RBI നിലവിൽ വന്നത്? 1935 RBI നിലവിൽ വന്നത് അല്ലേ. RBI നിലവിൽ വന്നത് 1935. ആദ്യം ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ് അല്ലേ. കൊൽക്കത്തയിലാണ് ആദ്യത്തെ ആസ്ഥാനം. കൊൽക്കത്തയിലാണ് ആദ്യം ആസ്ഥാനം. ഓക്കെ, കൊൽക്കത്തയിലാണ് ആദ്യത്തെ ആസ്ഥാനം. പിന്നീട് എങ്ങോട്ട് മാറ്റി? RBIയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടും അല്ലേ. നമ്മൾ അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. RBI നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് നമ്മളൊരു വീഡിയോ ഷോട്ട് ചെയ്തതാണ്. എവിടെയാണ്? മുംബൈയിലാണ് അല്ലേ.
RBIയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. ഈ ശിവരാമൻ കമ്മിറ്റി നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിക്കുക. ശിവരാമൻ കമ്മിറ്റി അതെപ്പോഴാണ്? ശിവരാമൻ ഏതാണ്? നബാർഡുമായി ബന്ധപ്പെട്ടതാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1926 കേട്ടോ. 1926 ഓക്കെ, ഈ വർഷങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ശിവരാമൻ കമ്മീഷൻ നിലവിൽ വന്നത് 1926 ഏതാണ്? 1926 പിന്നെ അവിടെ ഒരു വർഷം പഠിക്കാനുള്ളത് 1934 34 എന്താ? RBI ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1934 പിന്നെ 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. ഓക്കെ, RBI നിലവിൽ വന്നത് എപ്പോഴാണ്? 1935 ഏപ്രിൽ 1. അപ്പോൾ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെച്ചു. 1935 ഏപ്രിൽ 1. ഓക്കെ, ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. അപ്പോൾ ആസ്ഥാനം എവിടെയാണ്? നിലവിലെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. ആദ്യം എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. അതെപ്പോഴാണ് മാറ്റിയത്? 1937 കൊൽക്കത്തയിൽ നിന്നും എങ്ങോട്ട് മാറ്റിയത്? മുംബൈയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തു. ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്നത് 1926. ഞാൻ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുകൂടി പറയാം. നിങ്ങൾ ഉറപ്പായിട്ടും ആ കമ്മീഷൻ്റെ റൂറൽ ബാങ്കിൻ്റെ കമ്മീഷൻ ഏതാണ് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1935 ഏപ്രിൽ 1 എന്താണ്? RBI നിലവിൽ വന്നതാണ്. പിന്നെ എപ്പോഴാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്നത്? 1926 പിന്നെ RBI ആക്ട് നിലവിൽ വന്നത് 1934 35 എന്തുണ്ടായി? 1935 എന്താണ് ഉണ്ടായത്? 1935 RBI നിലവിൽ വന്നത്. എന്നാണ്? ഏപ്രിൽ 1 അല്ലേ? സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 അവസാനിക്കുന്നത് മാർച്ച് 31 അത് പഠിച്ചു വെക്കണേ. അപ്പോൾ ഇന്ത്യയിൽ ഒരു ചോദ്യമല്ലേ, ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏപ്രിൽ 1 ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെയാണ് എന്ത് നിലവിൽ വന്നത്? ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഏപ്രിൽ 1. പിന്നെ 1937 എന്താണ്? ആസ്ഥാനം മാറ്റിയത്. ആസ്ഥാനം ആദ്യം കൊൽക്കത്തയിലായിരുന്നു, പിന്നെ എങ്ങോട്ട് മാറ്റി? മുംബൈയിലേക്ക് മാറ്റി. ഓക്കെ, ഇനി അതിൻ്റെ മുദ്രയിൽ എന്തൊക്കെയാണ്? മുദ്രയിൽ ഏത് മൃഗത്തിനാണ് കൊടുത്തിട്ടുള്ളത്? കടുവ. പിന്നെ ഏതാണ്? ഏത് വൃക്ഷമാണെന്ന് ചോദിച്ചാൽ എണ്ണപ്പന. ഓക്കെ, കടുവ, എണ്ണപ്പന ഇതൊക്കെ മുദ്രയിലുള്ളതാണ്. പിന്നെന്താണ്? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഗവർണർമാരെയാണ്. ഗവർണർമാരെ നമുക്കൊരു ടിപ്പിലൂടെ പഠിക്കാൻ നോക്കാം കേട്ടോ. ആദ്യത്തെ ഗവർണർ മാത്രം നിങ്ങളൊന്ന് പഠിക്കണേ. ഏതാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. ഇനി മറക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ അല്ലേ? ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. നബാർഡുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ശിവരാമൻ കമ്മീഷനാണ് അല്ലേ? പിന്നെ നമ്മൾ ഏത് പഠിച്ചു? നിർദ്ദേശക തത്വങ്ങൾ ശരിക്കും അവിടെ വരികയേ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് സുഖമായി കട്ട് ചെയ്ത് കളയാം. കാരണം ഇവിടെ 3 ബാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയാം. കാരണം അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് ഉറപ്പാണ്. 3 ബാങ്കുകൾ കൊടുക്കണമെങ്കിൽ അതൊരു കൺഫ്യൂഷൻ ആക്കാനുള്ളതാണ്. അപ്പോൾ അതിന് തന്നെ നിർദ്ദേശക തത്വങ്ങൾ കട്ട് ചെയ്ത് കളയാം. എവിടെ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത്? അയർലാൻഡിലാണ്. ഇനി അത് ഓർത്ത് വെക്കണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്ന സ്ഥാനത്തിലൊക്കെ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. നിർദ്ദേശകം അയർലാൻഡ്. ഇനി മറക്കില്ലല്ലോ. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് അയർലാൻഡിൽ നിന്നാണ്. ഇനി റിട്ടുകൾ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? റിട്ട് ബ്രിട്ടൻ. ഓക്കെ, അവിടെ പൊട്ടിച്ചാൽ മതി. റിട്ടുകൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. ഓക്കെ, അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് അയർലാൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഓക്കെ, വെച്ച് കണക്ട് ചെയ്യണം. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിലാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി. RRB നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഓസ്ബോൺ സ്മിത്ത് ആണ് നമ്മുടെ ആദ്യ ഗവർണർ. അപ്പോൾ വർഷങ്ങളൊന്ന് ഓർത്തു വെക്കുക. ആദ്യം ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. 1934 എന്തുണ്ടല്ലോ RBIയുമായി ബന്ധപ്പെട്ട് RBI ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1934 RBI നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1935 ഏപ്രിൽ 1 RBIയുടെ ആസ്ഥാനം ആദ്യം എവിടെയായിരുന്നു? 35 നിലവിൽ വരുമ്പോൾ ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. മറക്കരുത്, കൊൽക്കത്തയിലായിരുന്നു ആദ്യം ആസ്ഥാനം. ഓക്കെ, കൊൽക്കത്തയിലായിരുന്നു ആദ്യം ആസ്ഥാനം. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ആദ്യം കൊൽക്കത്തയല്ലേ അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനവും ആദ്യം കൊൽക്കത്തയായിരുന്നു. പിന്നെ എപ്പോഴാണ്? 1911 അത് മാറ്റിയത്. എങ്ങോട്ടാണ് മാറ്റിയത്? ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് അല്ലേ? ന്യൂഡൽഹിയിലേക്ക്. 1911 ഡൽഹിയിലേക്ക് മാറ്റിയത് 1911. അപ്പോൾ ഒക്കെ ആദ്യം എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. അപ്പോൾ ഇതും
RBIയുടെ ആസ്ഥാനം ആദ്യം എവിടെയായിരുന്നു ചോദിച്ചാൽ എവിടെയാണ്? കൊൽക്കത്തയിലായിരുന്നു. അത് പിന്നീട് എപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്? 1937 മാറ്റിയത്. 1937. അത്ര വർഷങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ ആദ്യം ദേശസാൽക്കരിച്ച വർഷം അല്ലേ? RBI ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം 1949. 1949. അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പോൾ ആദ്യ ഗവർണർ ആരാന്ന് പേര് പഠിച്ചു? ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓസ്ബോൺ സ്മിത്ത്. ഇനി ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാന്ന് നമുക്കൊരു ചോദ്യം വരില്ലേ? ആരാണ്? എഴുതി വെച്ചോ. CD ദേശ്മുഖ്. CD ദേശ്മുഖാണ്. CD ദേശ്മുഖാണ് ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ. നമുക്ക് എങ്ങനെ ആലോചിച്ച് നോക്കാം? നമ്മുടെ ദേശത്തു നിന്നും ആദ്യ ഗവർണർ ആരാന്ന് ആലോചിച്ചാൽ പോരെ? നമ്മളുടെ ദേശത്തു നിന്നുമുള്ള ആദ്യ ഗവർണറാണ് CD ദേശ്മുഖ്. അപ്പൊ ഇന്ത്യ നമ്മുടെ ദേശം. നമ്മുടെ ദേശത്തു നിന്നും ഹമാരി ദേശം അല്ലെ? നമ്മുടെ ദേശത്തു നിന്നുമുള്ള ഇന്ത്യയിൽ നിന്നുമുള്ള ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് CD ദേശ്മുഖാണ്. CD ദേശ്മുഖാണ്. അപ്പോൾ 2 ഗവർണർമാരെ പഠിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. പിന്നെ നമ്മുടെ ഇന്ത്യക്കാരനായ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് CD ദേശ്മുഖാണ്. എന്താണ്? നമ്മുടെ ദേശക്കാരനാണ് അല്ലേ? പിന്നെ നമ്മളൊരു കാര്യം പഠിക്കാണ്ട് ആദ്യം ഒപ്പുവെച്ചത് ആരാന്ന് പഠിക്കണം. ആദ്യം ഒപ്പുവെച്ചത് ജെയിംസ് ടെയ്ലർ. ടെഗ്ലർ അല്ല, ടെയ്ലർ ആണ്. ടെയ്ലർ ആണ് കേട്ടോ. അത് വൈ ആണ്. വൈ. ജെയിംസ് ടെയ്ലർ ആണ് ആദ്യം ഒപ്പുവെച്ച ഗവർണർ. ആദ്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആദ്യമായി ഒപ്പുവെച്ച ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് ടെയ്ലർ ആണ്. നമുക്ക് എങ്ങനെ ആലോചിക്കാം? നമ്മളൊരു സിനിമയുടെ കാര്യം, സിനിമയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വരുന്നത് എന്താണ്? ട്രെയിലർ ആണ് അല്ലേ? ട്രെയിലർ. അപ്പോൾ ഈ ട്രെയിലറിൽ ഒരു പോസ്റ്റർ ഉണ്ടാവും. ട്രെയിലറിലൊരു പോസ്റ്റർ ആദ്യം കൊടുത്തിട്ട് ഈ ട്രെയിലറിൽ എന്ത് കൊടുക്കും? ഇവരുടെ ഒപ്പ് കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ സംവിധായകൻ്റെ ആരുടെയെങ്കിലും ഒക്കെ ഒരു ഒപ്പ് ഉണ്ടാവും. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഒരു ഒപ്പ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ആദ്യം ട്രെയിലറിലാണ് ഒപ്പ് ഉണ്ടാവുക. ഒപ്പ് നമ്മൾ ആദ്യം കാണുക എവിടെയാണ്? ട്രെയിലറിലാണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യം ഒപ്പ് വെച്ചത് ജെയിംസ് ടെയ്ലർ ആണ്. ജെയിംസ് ടെയ്ലർ. അപ്പോൾ നമ്മൾ 3 പഠിച്ചല്ലോ. ഏതാണ്? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ഓസ്ബോൺ സ്മിത്ത് ആണ്. പിന്നെ ആദ്യം നമ്മുടെ ദേശക്കാരനാരാ? ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ജെയിംസ് ടെയ്ലർ അല്ലേ? ആദ്യം ഒപ്പുവെച്ചത് ജെയിംസ് ടെയ്ലർ ആണ്. ഇനി നമുക്കൊന്ന് പഠിക്കാണ്ട് ബനഗൽ രാമറാവു. ബനഗൽ രാമറാവു എന്താണ്? ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ സ്ഥാനം വഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ബനഗൽ രാമറാവു ആണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ സ്ഥാനം വഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ബനഗൽ രാമറാവു. മറക്കില്ലല്ലോ, ബനഗൽ രാമറാവു. ഇനി അതിനൊരു കോഡ് വേണം. നമ്മൾ ആലോചിച്ചാൽ മതി. രാമന്റെ കാലം തൊട്ടേ ഉള്ള ഗവർണറാണ്. കുറേ കാലം നിന്നു. ഓക്കെ, രാമന്റെ കാലം തൊട്ടുള്ള ഗവർണറാണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ പേരൊന്ന് ജസ്റ്റ് ആലോചിക്കണം. രാമന്റെ കാലഘട്ടം തൊട്ടുള്ളതെന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. മറക്കരുതേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോഡിലൂടെ എന്തൊക്കെ നമ്മൾ പഠിച്ചു? നമ്മുടെ ദേശക്കാരനെ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മുടെ ദേശക്കാരനാരായിരുന്നു? അത് CD ദേശ്മുഖ് ആണ് അല്ലേ? ആദ്യ ഇന്ത്യക്കാരൻ അല്ലേ? എന്താണ്? RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അത് CD ദേശ്മുഖ് ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? RBIയുടെ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ഓസ്ബോൺ സ്മിത്ത് ആണ് നമ്മൾ പഠിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ കാലം ആര് എന്ന് ചോദിച്ചു? ഏറ്റവും കൂടുതൽ അല്ല, ഒപ്പുവെച്ചത് നമ്മൾ പഠിച്ചു അല്ലേ? ഒപ്പുവെച്ചത് ആരാണ്? ഒപ്പം എവിടെയാണ് കാണുക? ട്രെയിലറിലാണ് നമ്മൾ കാണുക. അപ്പോൾ ജെയിംസ് ടെയ്ലർ. അപ്പോൾ ഒപ്പുവെച്ചത് ജെയിംസ് ടെയ്ലർ ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഏറ്റവും കൂടുതൽ കാലം ബനഗൽ രാമറാവു. ഓക്കെ, ബനഗൽ രാമറാവു. ഇനി നമുക്കൊരു വനിതയുടെ പേര് പഠിക്കാണ്ട്. വനിതയായിട്ട് ഗവർണർ ആരും വന്നിട്ടില്ല, പക്ഷെ ഒരു ഡെപ്യൂട്ടി ഗവർണർ വന്നു. അതാരാണ്? ഉദ്ദേശി. ഓക്കെ, KJ ഉദ്ദേശിയാണ്. KJ ഉദ്ദേശിയാണ് ആദ്യത്തെ ഡെപ്യൂട്ടി ഗവർണർ. ആദ്യ വനിത ഡെപ്യൂട്ടി ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് KJ ഉദ്ദേശി. ആ പേര് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. RBIയുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? RBI ആണ് അല്ലേ? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും എന്താണ്? RBI ആണ്. പിന്നെ എന്താണ്? അവസാന ആശ്രയം. അങ്ങോട്ട് ഒന്ന് അറിഞ്ഞു വെച്ചോ. അവസാന ആശ്രയം എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാന്ന് ചോദിച്ചാലും RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തു പോവാ. ഞാൻ മാർക്ക് ചെയ്തു പോവാ. ഏതാണ്? ആദ്യം പഠിച്ച വർഷം ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. പിന്നെ പഠിച്ച വർഷം ഏതാണ്? 1934. എന്താണ് 1934? ഏതാണ്? RBI ആക്ട് ആണ്. 1935
5 ഏപ്രിൽ 1 എന്താണ് ഏപ്രിൽ 1 എന്താണ് ഏപ്രിൽ 1 എന്താണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. പിന്നെ 1937 എന്താണ് 1937 എന്താണ് വേഗം പറയും 1937 എന്താണ് നമ്മുടെ ആസ്ഥാനം മാറ്റിയില്ലേ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും എങ്ങോട്ടാണ് മാറ്റിയത് മുംബൈയിലേക്കാണ്. അപ്പോൾ നിലവിലെ ആസ്ഥാനം മുംബൈയാണ്. പിന്നെ ഒരു ദേശസാൽക്കരണ വർഷം കൂടി നമ്മൾ പഠിച്ചു 1949. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ഓസ്ബോൺ സ്മിത്ത് ആണ്. രണ്ടാമത്തെ അല്ല ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ആര് നമ്മൾ പഠിച്ചു ഇന്ത്യ നമ്മുടെ ദേശത്തിൽ ആരാണ് CD ദേശ്മുഖ്. ആ ദേശം വെച്ച് കണക്ട് ചെയ്യണത് ദേശ്മുഖ് ആണ് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ കാലം രാമന്റെ കാലം തൊട്ടുള്ളതാണ് ആരാണ് ബനഗൽ രാമറാവു ആണ്. പിന്നെ നമ്മളൊരു കാര്യം പഠിച്ചു എവിടെ നമ്മൾ ഒപ്പ് കാണും സിനിമയിൽ ഒപ്പൊക്കെ ആദ്യം എവിടെ കാണുക നമ്മൾ എവിടെയാണ് കാണുക ട്രെയിലറിലാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കാം. നോട്ട് നിരോധനത്തിന്റെ വർഷങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. 1946 എന്നാണ് ജനുവരി 12 1946 ജനുവരി 12. പിന്നെ എപ്പോഴാണ് 1978 ജനുവരി 16 ആ സമയത്ത് ആരാണ് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. അദ്ദേഹം 1000 രൂപയുടെ നോട്ടൊക്കെ നിരോധിച്ചിരുന്നു. പിന്നീട് ആരാണത് ആ നോട്ട് നിരോധനം പിൻവലിച്ച് പിന്നെയും ആ നോട്ട് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവസാനമായിട്ടുള്ള നോട്ട് നിരോധനം നമുക്കറിയാം 2016 നവംബർ 8 2016 നവംബർ 8 അവസാനമായിട്ട് നോട്ട് നിരോധനം നടന്നത്. ഏതൊക്കെയാണ് 1000-500 നോട്ട് അതൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇത്ര കാര്യങ്ങളൊന്നും അറിഞ്ഞു വെക്കുക. ഏതാണ് ആദ്യത്തെ വർഷം 1946 ജനുവരി 12. പിന്നെ 1978 ജനുവരി 16. പിന്നെ 2016 നവംബർ 8. ഓക്കെ, ഈ സമയത്ത് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് നരേന്ദ്ര മോദിയാണ് അല്ലേ? അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഇവിടെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ 3 തവണയാണ് നോട്ട് നിരോധനം നടന്നത്. അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നൂടെ എത്ര തവണ നോട്ട് നിരോധനം നടന്നു? ചിലപ്പോൾ തരും 5 തവണയാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നത്. എത്ര തവണയാണ്? 3 തവണയാണ് കേട്ടോ. പ്രധാനമായിട്ടും നടന്നത് 3 തവണയാണ്. ഓക്കെ, ഇനി ഏതാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്? അതാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. നിലവിൽ വന്നത് എപ്പോഴാണ്? 1770 കേട്ടോ. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നിലവിൽ വന്നത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1770. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ കിട്ടിയല്ലോ. ഏതാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക് എന്നാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. എപ്പോഴാണ് വർഷം ചോദിക്കുക? 1770. സ്റ്റേറ്റ്മെന്റ് തന്നാലും തെറ്റരുത്. 1770 ഇന്ത്യയിലെ ആദ്യ ബാങ്കായിട്ട് ഏത് നിലവിൽ വന്നു? ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നിലവിൽ വന്നു. ഓക്കെ, ഇനി ഇന്ത്യൻ മൂലധനത്തിൽ ഏതാണെന്ന് ചോദിക്കും. നമുക്ക് ഇത് വിദേശ മൂലധനത്തിൽ ഉണ്ടായതാണ്. ആദ്യം ഒരുപാട് ബാങ്കുകൾ വന്നതൊക്കെ ഏതാണ്? വിദേശ മൂലധനത്തിൽ. കാരണം ആ സമയത്ത് ഇവിടെ ആരാ? ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് വിദേശ മൂലധനത്തിലാണ് ഉണ്ടായത്. ഇനി ഇന്ത്യൻ മൂലധനത്തിൽ ആദ്യത്തെ ഏതാണെന്ന് ചോദിക്കും. അതേതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഏത് ആദ്യമായിട്ട് ഇന്ത്യൻ മൂലധനത്തിൽ നിലവിൽ വന്നു. ആരാണ് സ്ഥാപിച്ചത്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് വർഷം പഠിച്ചു വെച്ചോ 1894. ഇത്ര കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇല്ലേ? ഇന്ത്യ ഹിന്ദുസ്ഥാൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. പിന്നെ ഇന്ത്യൻ മൂലധനത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കണം SBI നിലവിൽ വന്നത് എപ്പോഴാണ്? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. 1955 അല്ലേ SBI നിലവിൽ വന്നത്? 1955. മുമ്പ് അതിൻ്റെ ബാങ്ക് പേരെന്തായിരുന്നു? ഇമ്പീരിയർ ബാങ്ക് അല്ലേ? ഇമ്പീരിയർ ബാങ്ക് ആണ്. അപ്പോൾ ഇപ്പോൾ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI നിലവിൽ വന്നത് 1955. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്ഥാപിച്ചത് ആരാന്ന് ചോദിക്കട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ചിത്തിര തിരുനാളാണ്. എന്നാൽ മുൻകൈ എടുത്തത് ആരാന്ന് ചോദിച്ചാൽ അത് സർ CP ആണ് അല്ലേ? ദിവാൻ CP ആണ് മുൻകൈ എടുത്തത്. സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ചിത്തിര തിരുനാൾ. ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ SBI 1955. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് ഏത്? ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏതാണ്? SBI ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ശാഖകൾ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളതും വിദേശത്തെ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളതും ഏതാണെന്ന് ചോദിച്ചാൽ SBI ആണ്. ഓക്കെ, SBI. പിന്നെ SBIയുടെ പരസ്യത്തിലുള്ള പ്രശസ്ത കവി ഏതാണെന്ന് ചോദിക്കും. പ്രശസ്ത കവി ചിലപ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു കവിയാവും. ആരാണ്?
ടാഗോർ. SBIയുടെ പരസ്യത്തിൽ മുഖം കാണിച്ച ആ പ്രശസ്ത കവി ഏതെന്ന് ചോദ്യം വരാറുണ്ട്. അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ്. എപ്പോഴാണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ചത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1913. ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോറിനാണ് ലഭിച്ചത്. ഏത് വിഷയത്തിനാണ്? സാഹിത്യത്തിനാണ്. സാമാന്യ ബോധം മതി. രവീന്ദ്രനാഥ് ടാഗോർ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് എന്തിനാണ്? സാഹിത്യത്തിനാണ് ലഭിച്ചത്. ഏതാണ് കൃതി? ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. ഘോര, ഈ കാര്യം വന്നു കേട്ടോ. ഘോര, ഗീതാഞ്ജലി, കാബൂളിവാല. ഓക്കെ. പിന്നെ പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അപ്പോൾ ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ 1913 സാഹിത്യത്തിന് രവീന്ദ്രനാഥ് ടാഗോറിനാണ് ലഭിച്ചത്. രണ്ടാമത് ആർക്കാണ്? 1930 ആദ്യം 13 പിന്നെ 30. 1930 ആർക്കാണ് ലഭിച്ചത്? CV രാമനാണ്. രാമൻ എഫക്റ്റിലെ ഭൗതിക ശാസ്ത്രം CV രാമനാണ് ലഭിച്ചത് 1930. അവസാനമായിട്ട് ലഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ 2019. ജ്ഞാനപീഠം ലഭിച്ച അവസാന മലയാളി ചോദിച്ചാലും 2019. നോബൽ സമ്മാനം ലഭിച്ച അവസാന ഇന്ത്യക്കാരൻ ചോദിച്ചാലും 2019. 2019 നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? അഭിജിത്ത് ബാനർജിക്കാണ് കേട്ടോ. അഭിജിത്ത് ബാനർജി. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ നബാർഡ് നിലവിൽ വന്ന വർഷം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. 1982 ജൂലൈ 12. ജൂലൈ 12. 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹായ്, നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം കണ്ടെത്തുക. ഞാൻ പറയലുണ്ട്, ശരിയായതെന്നാണോ തെറ്റായതെന്നാണോ ശ്രദ്ധിക്കണം. ശരിയായത് മാത്രം കണ്ടെത്തുക. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി. ശരിയാണോ? കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. ആരാണ് പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചവത്സര പദ്ധതികൾ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നും, മുമ്പത്തെ സോവിയറ്റ് യൂണിയൻ റഷ്യയിൽ നിന്നുമാണ് പഞ്ചവത്സര പദ്ധതികൾ കടമെടുത്തത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാന്ന് വെച്ചാൽ ജോസഫ് സ്റ്റാലിൻ ആണ്. ജോസഫ് സ്റ്റാലിൻ. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ, കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി. ഇത്രയും കാലം PSC എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ, ഒരു PSC എഴുതിയ ഒരാൾക്ക് എന്തായാലും ഈ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, ഈ ഒരു പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് കിട്ടും. കൃഷിക്ക് ഊന്നൽ നൽകിയ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികളെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ക്ലാസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് കിട്ടും. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും കിട്ടും. എന്താണ്? കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. എന്താണ്? അല്ല. ആദ്യം ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി അല്ലേ ആദ്യം ആരംഭിച്ചത്? 1-ലല്ലേ ആരംഭിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കൃഷിക്കല്ലേ ഊന്നൽ നൽകുക? സാമാന്യത്തിൽ ആലോചിച്ചത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം കൃഷിക്കാണ് ഊന്നൽ നൽകുക. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയാണ് കൃഷിക്ക് ഊന്നൽ നൽകിയത്. അപ്പോൾ ഇത് തെറ്റാണ്. PSC അറിയുന്ന ഏതൊരാൾക്കും കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഒന്ന് തെറ്റി. ഏതൊക്കെ പോയി? ഓപ്ഷൻ A പോയി, ഓപ്ഷൻ സിയും പോയി. ഇനി 2 ഉള്ളത്, പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആസൂത്രണ കമ്മീഷനാണ്. പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആസൂത്രണ കമ്മീഷനാണ്. ശരിയാണ് അല്ലേ? ആസൂത്രണ കമ്മീഷൻ. എപ്പോഴാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാരായിരുന്നു നമ്മൾ പഠിച്ചു. ജവഹർലാൽ നെഹ്റു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ജവഹർലാൽ നെഹ്റു. ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ ഗുൽസാരിലാൽ നന്ദ. ആരാണ്? ഗുൽസാരിലാൽ നന്ദ. അവസാന അധ്യക്ഷൻ ആരാന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ആരെ പറയേണ്ടത്? നരേന്ദ്ര മോദി. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ആസൂത്രണ കമ്മീഷനാണ്. ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ആണോ? ഘർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരം. 2ഉം 3ഉം ശരി. ഒന്ന് തെറ്റാണ്.
അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് ഊന്നൽ നൽകി. അപ്പോൾ കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ എന്ത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്? എന്ത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മോഡൽ അല്ലേ? ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനും അധ്യക്ഷനും തന്നെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ അധ്യക്ഷനും ഉപാധ്യക്ഷനും. അപ്പോൾ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദ. പിന്നെ ഇതിന്റെ കരട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് KN രാജാണ് അല്ലേ? മലയാളിയായ KN രാജാണ്. എന്തായാലും പഠിച്ചു വെക്കണം, KN രാജാണ് കരട് തയ്യാറാക്കിയത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക അല്ലേ? കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ത് മാതൃകയാണ്? മഹലനോബിസ് മാതൃക. മഹലനോബിസ് മാതൃക ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് PC മഹലനോബിസ് ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാലും PC മഹലനോബിസ് ആണ് അല്ലെ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ PC മഹലനോബിസ് ആണ്. അപ്പോൾ ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? അത് M വിശ്വേശ്വരയ്യാണ് കേട്ടോ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ M വിശ്വേശ്വരയ്യ. മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാലും M വിശ്വേശ്വരയ്യാണ് കേട്ടോ. അപ്പോൾ അറിഞ്ഞു വെക്കുക. അപ്പോൾ എന്താണ് മഹലനോബിസ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത്. എന്തിനാണ് ഊന്നൽ നൽകിയത്? വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? മഹലനോബിസ് മാതൃകയായ രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇനി വേറൊരു കാര്യം, മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ അല്ലെങ്കിൽ ഗാഡ്ഗിൽ യോജന എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കാരണം അത് പലർക്കും ഡൗട്ട് ഉണ്ട്. അപ്പോൾ പലരും 4 ആണെന്ന് പറയുന്നുണ്ട്, 4 അതല്ല. ഓക്കെ, 4 ഞാനിവിടെ എഴുതി തരാം. 4 അലൻ, ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. ഓക്കെ, അലൻ, എസ്മാനെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. ഞാൻ കൂടുതലും റെഫർ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ആൻസർ കിട്ടിയത്. ഇനി നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് നോക്കി നോക്കുക കേട്ടോ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നാണ് എവിടെ റെഫർ ചെയ്യുമ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താണ് കമൻറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല. ഓക്കെ, ഇത് 4 ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, 4 ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ അല്ലെങ്കിൽ ഗാഡ്ഗിൽ യോജന എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ മൂന്നാം പഞ്ചവത്സര പദ്ധതി, ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ ദുർബല വിഭാഗത്തിന്റെ ഉന്നമനം, ഉന്നമനം എന്തായിരുന്നു ലക്ഷ്യം? എന്തായിരുന്നു ചോദിച്ചാൽ ദുർബല വിഭാഗത്തിന്റെ ഉന്നമനമായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. നാലാം പഞ്ചവത്സര പദ്ധതിയാണ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നത്. പിന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഈ 3, 4 നിങ്ങൾ നല്ലോണം ഒന്ന് റെഫർ ചെയ്ത ശേഷം ഒന്ന് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യണേ. ഞാനും നേരെ റെഫർ ചെയ്ത് നോക്കിയപ്പോൾ ഇത്രയും സോഴ്സ് വെച്ച് റെഫർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഇതന്നെയാണ്. എല്ലായിടത്തുള്ള സോഴ്സ് ഇതാണ്. പക്ഷേ പലരും ഇതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് 4 ആണെന്നുള്ളത്. ഞാൻ സോഴ്സ് വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദർ മോഡൽ എന്നറിയപ്പെടുന്നു. ദർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ദർ മോഡൽ. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹട്ടാവോ അല്ലെ? ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. പിന്നെ ജോലിക്ക് കൂലി ഭക്ഷണം എന്നത് അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെ പഠിച്ച ഭാഗങ്ങളും ജസ്റ്റ് അറിഞ്ഞു വെക്കണേ. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന, ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്നത്. പിന്നെ നാലാം പഞ്ചവത്സര പദ്ധതി എന്താണ്? അശോക് രുദ്ര അല്ലെ? അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി. 5 ദർ. പിന്നെ 8 ഒന്ന് പഠിച്ചു വെക്കണം. 8 എന്താണ്? 8 റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത്
8 8ാം പഞ്ചവത്സര പദ്ധതിയാണ് റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ ഇത് പഠിക്കണം. 9 ജനകീയ പദ്ധതി. അപ്പോൾ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ചോദിക്കട്ടോ? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 9. കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 10. ഇത്ര പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്താണ് ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതികൾ ഏതെന്ന് ചോദ്യം വരും. ഏതാണ്? അത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതികൾ ഏതെന്ന് ചോദ്യം വരും. അതേതാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ 1ാം പഞ്ചവത്സര പദ്ധതികളുടെ കരട് രൂപം തയ്യാറാക്കിയത് KN രാജാണ്, മലയാളിയായ KN രാജാണ്. 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് ഊന്നൽ നൽകി മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു അല്ലേ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും M വിശ്വേശ്വരയ്യയാണ്. മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യ. ഇത്ര കാര്യങ്ങളൊന്നും അറിഞ്ഞു വെക്കണേ. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? 3ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതിയാണ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്നത്. 3ാം പഞ്ചവത്സര പദ്ധതി ചക്രവർത്തി മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ചക്രവർത്തി മോഡൽ എന്നും അറിയപ്പെടുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ നമ്മൾ 5ാം പഞ്ചവത്സര പദ്ധതി അല്ലേ? 4 പഠിച്ചു. 5ാം പഞ്ചവത്സര പദ്ധതി ധർ മോഡൽ എന്നറിയപ്പെടുന്നു. പിന്നെ 8ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു അല്ലേ? റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയും. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഓക്കെ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് 9ാം പഞ്ചവത്സര പദ്ധതിയും. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയുമാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ആരാണ് പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. ഇനി മറ്റേ 3ന്റെയും 4ന്റെയും കാര്യം നോക്കിയിട്ടൊന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഇത്രയും സോഴ്സ് വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഞാൻ നോക്കിയത് തെറ്റാണോ എന്നറിയില്ല. ഇത്രയും സോഴ്സുകളിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ റാങ്ക് ഫയലുകൾ റെഫർ ചെയ്തു. പിന്നെ പറ്റുന്ന അത്രയും സോഴ്സുകളിലൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് നോക്കിയിട്ട് നല്ല രീതിയിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ. ഓപ്ഷൻ A വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ എന്താണ്? ഏറ്റവും വലിയ കായലാണ് അല്ലേ? അപ്പോൾ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലാണോ F ആകൃതിയിൽ? അല്ല. ഏതാണ്? ശാസ്താംകോട്ട കായലാണ് F ആകൃതിയിൽ കാണപ്പെടുന്നത്. പൂക്കോട് തടാകവും അല്ല. ഇനി നമുക്ക് നോക്കാം. ശാസ്താംകോട്ട കായലാണ് F ആകൃതിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ F നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു കണക്ഷൻ വേണ്ട. ഞാൻ കണക്ഷൻ തരാം കേട്ടോ. ഫോർട്ട്. എന്താണ് ഫോർട്ട്? കോട്ട. ശാസ്താംകോട്ട ഫോർട്ട്. ഇത് വെച്ച് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ശാസ്താംകോട്ട കായലാണ് F ആകൃതിയിൽ കാണപ്പെടുന്നത്. കോട്ട എന്താണ്? ഫോർട്ട്. ഓക്കെ. കോട്ട ഫോർട്ട്. അത് വെച്ച് കണക്ട് ചെയ്യൂലേ? അപ്പോൾ ഫോർട്ട് എന്ന് ആലോചിച്ചാൽ മതി. ഇനി F ആകൃതിയിൽ കാണപ്പെടുന്നത് കണ്ട ആദ്യം മൈൻഡിൽ വരേണ്ട വാക്ക് ഫോർട്ട് എന്നാണ്. ശാസ്താംകോട്ട. ഇതാണ് നമുക്കുള്ള കണക്ഷൻ. ശാസ്താംകോട്ട. ഈ കോട്ട വെച്ച് വേറൊരു കാര്യം കൂടി കണക്ട് ചെയ്തോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അതല്ല കണക്ട് ചെയ്യേണ്ടത്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ശാസ്താംകോട്ട കായലാണ്. രാജ്ഞി എവിടെ ഉണ്ടാവുക? കോട്ടയിലാണ് അല്ലേ? രാജ്ഞി കോട്ടയിലാണ് ഉണ്ടാവുക. രാജാവിൻ്റെ കോട്ടയിലാണ് രാജ്ഞി ഉണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താണ്? രാജ്ഞി കോട്ടയിലാണ് ഉണ്ടാവുക. ശാസ്താംകോട്ട കായലുകളുടെ രാജ്ഞി. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ശാസ്താംകോട്ടയാണ്. അത് 2 ഷാ വെച്ച് ആലോചിച്ചാൽ മതി. ഈ ഷാ എന്നുള്ള വാക്ക് ശുദ്ധജലം ശാസ്താംകോട്ട. അപ്പോൾ അതും കിട്ടിയല്ലോ. അപ്പോൾ F ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ശാസ്താംകോട്ട. കോട്ട എന്താണ്? ഫോർട്ടാണ് അല്ലേ? ശാസ്താംകോട്ട കായലാണ് F ആകൃതിയിൽ കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ശാസ്താംകോട്ട കായലാണ്. അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? കോട്ട വെച്ചിട്ട് കണക്ട് ചെയ്യാം അല്ലേ? പിന്നെ നമ്മളൊന്നും കൂടി പഠിച്ചു. ഷ എന്ന് വെച്ച് കണക്ട് ചെയ്താൽ ശുദ്ധജലം ശാസ്താംകോട്ട. ഓക്കെ. ഓക്കെ. അപ്പോൾ അടുത്ത നോക്കാം. ഏറ്റവും വലിയ കായൽ ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ തടാകം അല്ലെങ്കിൽ ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ അത് ഏതാണ്? വേമ്പനാട്ടു കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ തടാകം എന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ടു കായലാണ് കേട്ടോ. വേമ്പനാട്ടു കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഓക്കെ. ശാസ്താംകോട്ട. ഇനി നമുക്ക് ആകൃതികൾ നോക്കാം കേട്ടോ. ഓക്കെ. ആകൃതികൾ നോക്കാം. അഷ്ടമുടി കായൽ എന്തിൻ്റെ ആകൃതിയാണ്? പനയോല ആകൃതി അല്ലേ? നീരാളി, പനയോല എന്നീ ആകൃതികൾ. നമുക്ക് പനയോല ആലോചിച്ചാൽ മതി. പനയോല ആകൃതി. ഓക്കെ. പനയോല ഇതെന്താണ്? ഇത് ഈ പനയുടെ മുടിയാണ് അല്ലേ? ഇത് പനയുടെ മുടിയാണ്. ഓക്കെ. അഷ്ടമുടി, മുടി വെച്ചിട്ട് പനയോല. ഈ പനയോല എന്താണ്? പനയുടെ മുടിയാണെന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? അഷ്ടമുടി പനയോല. പിന്നെ നീരാളുടെ കാലുകൾ ഇങ്ങനെ ആലോചിച്ചാൽ അത് മുടി പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് ആലോചിച്ചാൽ അതും നമുക്ക് കിട്ടും. അപ്പോൾ അഷ്ടമുടിക്കായൽ, പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് അഷ്ടമുടിക്കായൽ. ശാസ്താംകോട്ട കായൽ നമ്മൾ പഠിച്ചു. പിന്നെ അഷ്ടമുടിക്കായൽ എന്താണ്? ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതും അഷ്ടമുടിക്കായലാണ് അല്ലേ?
എന്താണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതും അഷ്ടമുടി കായലാണ്. ഏതാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായൽ. അപ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സ്ത്രീകൾ മുടി ബാക്കിലേക്കല്ല ഇടുക, മുടി ഇങ്ങനെ ബാക്കിലേക്കാണ് കിടക്കുക. അപ്പോൾ ബാക്ക് വാട്ടേഴ്സ് എന്താണ് കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതാണ് ഏത് അഷ്ടമുടി കായൽ. ഓക്കെ, അപ്പോൾ അതും നമുക്ക് കിട്ടി. ശാസ്താംകോട്ട കായലാണ് ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. പിന്നെ ഈ പൂക്കോട് തടാകമാണ് ഇന്ത്യയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പൂക്കോട് തടാകം. ഓക്കെ, പൂക്കോട് തടാകമാണ് ഇന്ത്യയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ. ഇന്ത്യയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് പൂക്കോട് തടാകം, പിന്നെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് ശാസ്താംകോട്ട തടാകം, പിന്നെ പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് അഷ്ടമുടി കായൽ. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് മേപ്പടി തടാകം. ഓക്കെ, മേപ്പടി കായൽ അല്ലെങ്കിൽ മേപ്പടി തടാകം. ഈ കായലുകളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലിംനോളജിയാണ് കേട്ടോ. കായലുകളെ കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി. അതറിയാത്തവരാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ, ലിംനോളജി. അപ്പോൾ കായലുകളെ കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34 കായലുകളുണ്ട് അല്ലേ, 44 നദികളുമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ 44 നദികളും 34 കായലുകളുമാണ് കേരളത്തിലുള്ളത് കേട്ടോ. അതിൽ എത്ര ശുദ്ധജല തടാകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 7 ആണ്. അപ്പോൾ 27 എന്താണ് കടലിനോട് ചേർന്ന കായലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 27 എണ്ണവും, ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 7 ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കിട്ടിയല്ലോ, 7 ശുദ്ധജല തടാകങ്ങളാണ്. ഓക്കെ, 7 ശുദ്ധജല തടാകങ്ങളാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം നമ്മൾ പഠിച്ചു, ഏതാണ്? ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ശാസ്താംകോട്ട കായൽ. പിന്നെ പനയോല ആകൃതി അഷ്ടമുടി കായൽ, പനയോല, നീരാളി. പിന്നെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായൽ, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായൽ. പിന്നെ എന്താണ് ഇന്ത്യയുടെ ആകൃതിയിലാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാലും പൂക്കോട് തടാകം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാലും, ഏറ്റവും ചെറിയ തടാകം ഏതാണെന്ന് ചോദിച്ചാലും ഒക്കെ പൂക്കോട് തടാകം. ഏറ്റവും ചെറിയ നദി നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ, മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ മാത്രമുള്ള മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. എത്രയാണ്? 16 കിലോമീറ്റർ. ഈ 15 കിലോമീറ്ററിൽ കൂടുതലുള്ളതാണ് നദികളായിട്ട് കണക്കാക്കുന്നത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ എത്ര നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തരും, 15 കിലോമീറ്ററിൽ കൂടുതൽ കാണുന്നതാണ് നദികളായിട്ട് കണക്കാക്കുന്നത്. ശരിയാണ്. അപ്പോൾ 16 കിലോമീറ്റർ, 1 കിലോമീറ്ററിലല്ലേ കൂടുതലുള്ളൂ 15നെയും കാട്ടി. അപ്പോൾ 16 കിലോമീറ്ററുള്ള മഞ്ചേശ്വരം പുഴയാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറുത്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏതാ? ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴി പുഴയാണ് കേട്ടോ, മയ്യഴിപ്പുഴ. ഈ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണെന്ന് ചോദിച്ചാൽ മയ്യഴിപ്പുഴയാണ്. നമ്മൾ നദികളുടെ ഭാഗം എടുക്കുമ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. ഇത് നദികളാണ്. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട് അല്ലേ. കിഴക്കോട്ട് 3 നദികളും പടിഞ്ഞാറോട്ട് 41 നദികളുമാണ്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറുമാണ് അല്ലേ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചോദ്യം തരും, താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പെടാത്തത്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളല്ലാത്ത എല്ലാം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് മയ്യഴിപ്പുഴയും. ഇനി മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് കുറ്റ്യാടിപ്പുഴ. ഓക്കെ, കുറ്റ്യാടിപ്പുഴയാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി കൂടുതൽ ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏതാ? ഏറ്റവും കൂടുതൽ ജില്ലയിലൂടെ കേരളത്തിൽ ഒഴുകുന്ന നദിയാണ് മൂവാറ്റുപുഴ. ഓക്കെ, മൂവാറ്റുപുഴ. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴ. അപ്പോൾ നദികളെ പറ്റിയിട്ട് ഇത്ര ബേസിക് പോയിന്റ്സ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം. പിന്നെ അഷ്ടമുടി കായലാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള, കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം. പിന്നെ ശാസ്താംകോട്ട കായലുകളാണ് എന്താണ്? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. പൂക്കോട് തടാകം എന്താണ്? പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകം. ഏതെന്ന് ചോദിച്ചാലും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് അല്ലേ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാലും പൂക്കോട് തടാകമാണ്. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ എന്താണ്? എഫ് ആകൃതി F ഫോർ ഫോർട്ട് ആണ് അല്ലേ. ഫോർട്ട് എന്താണ്? കോട്ട, ശാസ്താംകോട്ട. ഈ കോട്ടയിൽ ആരുണ്ടാവും? രാജ്ഞി ഉണ്ടാവും, കായലുകളുടെ രാജ്ഞിയും ശാസ്താംകോട്ട. പിന്നെ പനയോല, നീരാളി എന്നിവരുടെ മുടി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് നീരാളി. ഓക്കെ, ഇത് നീരാളിയാണ്. അപ്പോൾ നീരാളിയുടെ ഇതും മുടിയാണെന്ന് ആലോചിച്ചാൽ മതി.
പിന്നെ നമ്മൾ പന വരച്ചിരുന്നു, പനയുടെ മുടിയാണ് ഓലകൾ. അപ്പോൾ പനയോല, നീരാളി എന്നിവയുടെ ആകൃതി അഷ്ടമുടി കായൽ. പിന്നെ ഹൃദയത്തിന്റെ ആകൃതി മേപ്പാടി തടാകം, ഹൃദയത്തിന്റെ ആകൃതി മേപ്പാടി തടാകം. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? ഇന്ത്യയുടെ ആകൃതിയാണ് പൂക്കോട് തടാകം. ഇനി കുറച്ച് വള്ളംകളികൾ നോക്കാം. ശ്രീനാരായണ ഗുരു വള്ളംകളി. ശ്രീനാരായണ ഗുരു വള്ളംകളി എവിടെ നടക്കുന്നത്? കന്നേറ്റി കായലിലാണ്. കന്നേറ്റി കായലിലാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരു വള്ളംകളി എവിടെ നടക്കുന്നത്? കന്നേറ്റി കായലിലാണ്. കന്നേറ്റി കായൽ മറക്കരുത്, കന്നേറ്റി കായലിലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു കന്നിനുള്ള തീറ്റ എങ്ങനെ ഏറ്റിട്ട് പോകണത് ആലോചിച്ചാൽ മതി. ശ്രീനാരായണ ഗുരു കന്നുകാലികൾക്കുള്ള തീറ്റ ഏറ്റിട്ട് പോണ ഒരു ചിത്രം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ കന്നേറ്റി എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, കന്നേറ്റി. ഇനി കന്നിനെ ഏറ്റുന്നതൊന്നും ആലോചിക്കണ്ട, കന്നുകാലികൾക്കുള്ള തീറ്റ ഏറ്റുന്നത് ആലോചിച്ചാൽ മതി. അപ്പോൾ കന്നേറ്റി. അപ്പോൾ അതാരോ പോണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? ശ്രീനാരായണ ഗുരു കന്നേറ്റി കായൽ. ശ്രീനാരായണ ഗുരു വള്ളംകളി കന്നേറ്റി കായൽ. പിന്നെ അയ്യങ്കാളി. അയ്യങ്കാളി എവിടെയാണ് നടക്കുന്നത്? വെള്ളായണി കായലിലാണ്. വെള്ളായണി കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ആലോചിക്കാം? അയ്യങ്കാളിയുടെ ഫോട്ടോ എല്ലാവരുടെയും മനസ്സിൽ വരുമ്പോൾ ഒരു വെള്ള കളർ തലപ്പാവില്ല അദ്ദേഹത്തിന്? ഒരു വെള്ള കളർ തലപ്പാവ് അദ്ദേഹത്തിന്റെ തലയില്ലേ? ഞാൻ ഫോട്ടോ പറ്റിയ ഈ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ. ഇതിന്റെയും പിന്നെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു കന്നേറ്റി നടക്കുന്നതിന്റെ 2 ഫോട്ടോ നമുക്ക് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് വെള്ളായണി കായൽ എങ്ങനെ കണക്ട് ചെയ്യുക? എന്താ? അയ്യങ്കാളി തലയിൽ എന്താണ്? അയ്യങ്കാളിയുടെ തലയിൽ ഒരു തലപ്പാവ് ഉണ്ടാവും, അതെന്താണ്? വെള്ള കളറാണ് അല്ലേ? അപ്പോൾ വെള്ളായണി കായൽ അയ്യങ്കാളി. ഇനി മദർ തെരേസ. അത് ഭയങ്കര സിമ്പിളാണ്. മദർ തെരേസ. മദർ ഇപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്ത് ആരുണ്ടാവും? ഫാദർ ഉണ്ടാവും. അപ്പോൾ മദർ തെരേസ അച്ഛൻ കോവിലാർ. ഓക്കെ, അച്ഛൻ കോവിലാർ. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലും. നെഹ്റു ട്രോഫി എവിടെയാണ്? നെഹ്റു ട്രോഫി എല്ലാവർക്കും അറിയാം, പുന്നമടക്കായലാണ്. നെഹ്റു ട്രോഫി പുന്നമടക്കായലിലാണ്. അതെല്ലാവരും എപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലും. പിന്നെ പ്രസിഡൻസി ട്രോഫി അഷ്ടമുടിക്കായലും. പ്രസിഡൻസി അഷ്ടമുടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ശ്രീനാരായണ ഗുരു എന്തേറ്റിട്ടാണ് പോണത്? കന്നുകാലികൾക്കുള്ള തീറ്റ ഏറ്റിട്ട്. അപ്പോൾ കന്നേറ്റി, അങ്ങനെ ആലോചിച്ചാൽ മതി. കന്നേറ്റി കായൽ ഏതാണ്? ശ്രീനാരായണ ഗുരു വള്ളംകളി. പിന്നെ ഏതാണ്? പിന്നെ അഷ്ടമുടി ഏതാണ്? അഷ്ടമുടി പ്രസിഡൻസി ട്രോഫിയാണ്. നെഹ്റു നമുക്കൊക്കെ അറിയാം, പുന്നമടക്കായലാണ്. പിന്നെ നമ്മൾ ഏതാണ് കോഡ് വെച്ച് പഠിച്ചത്? അയ്യങ്കാളി അല്ലേ? അയ്യങ്കാളിയുടെ തലയിൽ ഒരു തലപ്പാവുണ്ട്, അത് വെള്ള കളറാണ്. അപ്പോൾ വെള്ളായണി കായലും. പിന്നെ ഏതോ ഒന്നുകൂടി നമ്മൾ പഠിച്ചു, ഏതാണ്? പിന്നെ ഏതോന്ന്? മദർ തെരേസ വള്ളംകളി അല്ലേ? മദർ തെരേസ. മദർ ഇപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്ത് ഫാദർ ഉണ്ടാവും. മദർ അല്ലേ? മദർ, അപ്പുറത്ത് ഫാദർ, അച്ഛൻ കോവിലാർ. അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഈ ഭാഗമൊക്കെ സെറ്റ് ആയില്ലേ? അപ്പോൾ കായലുകൾ ക്ലിയർ അല്ലേ? 34 കായലുകളാണ് ഉള്ളത്. അതിൽ 7 എണ്ണമാണ് ശുദ്ധജല തടാകം. കായലുകളെ കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കായലുകളെ കുറിച്ചുള്ള പഠനം ലിംനോളജി. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ് അല്ലേ? ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം 2 ഷാ വെച്ചാലോചിച്ചാൽ മതി, ശാസ്താംകോട്ട കായലാണ്. അപ്പോൾ കായലുകളും സെറ്റായി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7, ഏപ്രിൽ 17, ഫെബ്രുവരി 4, ഒക്ടോബർ 10 എന്നാണ് ലോക ആരോഗ്യ ദിനം. ഏപ്രിൽ 7 ആണ് അല്ലേ? ഏപ്രിൽ 7. ഏപ്രിൽ 17 അല്ല, ഏപ്രിൽ 7. 17 എന്താണ്? അത് ഹീമോഫീലിയയുടെയാണ് അല്ലേ? ഹീമോഫീലിയ രാജകീയ രോഗം അല്ലേ? രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ അല്ലേ? ഹീമോഫീലിയയുടെയാണ് ഏപ്രിൽ 17. അപ്പോൾ അതും കിട്ടിയല്ലോ. അപ്പോൾ ഏപ്രിൽ 7 ആണ് ലോകാരോഗ്യ ദിനം. ഇത് എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മതി, നമുക്ക് സെറ്റാക്കിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഏപ്രിൽ 17 ഏതാണ്? ഏപ്രിൽ 17 ഏതാണ്? അത് ഹീമോഫീലിയയുടെ. അപ്പോൾ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, ഏപ്രിൽ 17 ഹീമോഫീലിയയുടെ. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, ഏപ്രിൽ 17 ഹീമോഫീലിയയുടെ. ഫെബ്രുവരി 4 നമ്മളൊക്കെ പഠിച്ചിരിക്കണം, ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 1 ആണ് എയ്ഡ്സ് ദിനം അല്ലേ? ഡിസംബർ 1 എയ്ഡ്സ് ദിനം. പിന്നെ ഈ ഒക്ടോബർ 10 എന്താണ്? ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനമാണ്. ഒക്ടോബർ 10 ആണ് മാനസിക ആരോഗ്യ ദിനം. ഒക്ടോബർ 10 ആണ് മാനസിക ആരോഗ്യ ദിനം. ഒക്ടോബർ 10 ആണ് മാനസിക ആരോഗ്യ ദിനം. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഏപ്രിൽ 7 എന്താണ്? ഏപ്രിൽ 7 നിങ്ങൾ പറയണേ. ഏപ്രിൽ 7 എന്താണ്? ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. ഏപ്രിൽ 17 ആണ് എന്ത്? ഹീമോഫീലിയയുടെ. ഫെബ്രുവരി 4 ആണ് നമ്മൾ എന്ത് പഠിച്ചു? ക്യാൻസർ ദിനം. ഡിസംബർ 1 നമ്മൾ എന്ത് പഠിച്ചു? എയ്ഡ്സ് ദിനം. പിന്നെ ഒക്ടോബർ 10 നമ്മൾ എന്ത് പഠിച്ചു? ഒക്ടോബർ 10 എന്താണ്? മാനസികാരോഗ്യ ദിനം. ഇനി നമുക്ക് കുറച്ചെണ്ണം കൂടി നോക്കാം. ഞാൻ ഒരു കോഡ് പറഞ്ഞു തരട്ടെ. വനജയുടെ കാലിൽ ക്ഷയം. അപ്പോൾ മാർച്ച് 21 തൊട്ടിട്ടാണ്. മാർച്ച് 21 തൊട്ടിട്ടാണ്. അത്ര ആലോചിച്ച് വെച്ചാൽ മതി. 21 തൊട്ടിട്ടാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. മാർച്ച് 21 തൊട്ടിട്ടാണ്. മാർച്ച് 21 എന്താണ്? വനദിനം അല്ലേ? മാർച്ച് 21 ആണ് വനദിനം. ഈ എന്താണ്? ജലദിനമാണ്. മാർച്ച് 22 ജലദിനം. അപ്പൊ ജലദിനം മാർച്ച് 22. പിന്നെ കാലിൽ 23 ആണ് കാലാവസ്ഥാ ദിനം. 23
കാലാവസ്ഥാ ദിനം 23 കാലാവസ്ഥാ ദിനം, 24 ക്ഷയരോഗ ദിനം, 24 ക്ഷയരോഗ ദിനം. അപ്പോൾ വനദിനം 21, പിന്നെ 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം, 24 ക്ഷയരോഗ ദിനം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് വെച്ചാൽ അത് ക്ഷയമാണ് അല്ലേ. രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. അപ്പോൾ വനദിനം 21, ജലദിനം 22, പിന്നെ 3 കാലാവസ്ഥാ ദിനം 23, പിന്നെ എപ്പോഴാണ് 4ാമത്തെ ക്ഷയരോഗ ദിനം 24. ഏപ്രിൽ 7 എന്താണ് ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 17 എന്താണ് ഹീമോഫീലിയയുടെ എന്താണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയും രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയവുമാണ് കേട്ടോ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗ ദിനം എന്നാണ് മാർച്ച് 24. ഫെബ്രുവരി 4 എന്താണ് ക്യാൻസർ ദിനം. മറക്കൂലല്ലോ, ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4. ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനം. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഈ ഡേറ്റുകളൊക്കെ ഇനി മനസ്സിൽ തന്നെ ഉണ്ടാവണം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ, മാർച്ച് 24 ക്ഷയരോഗ ദിനം, മാർച്ച് 21 തൊട്ടിട്ട് ഒന്നും കൂടി പറഞ്ഞു പോവാ. മാർച്ച് 21 വനദിനം, 22 ജലദിനം, 23 എന്താണ് കാലാവസ്ഥാ ദിനം, 24 ക്ഷയരോഗ ദിനം. അപ്പോൾ അതും കിട്ടി. ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനം. ഡിസംബർ 1 എന്താണ് ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ് അല്ലേ. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. പിന്നെ ഏപ്രിൽ 25 എഴുതിക്കോട്ടോ. ഏപ്രിൽ 25 എന്താണ് മലേറിയ ദിനമാണ്. മലേറിയ ദിനമാണ് ഏപ്രിൽ 25. പിന്നെ ജനുവരി 31 കുഷ്ഠരോഗ ദിനമാണ്. ഓക്കെ. പിന്നെ അൽഷിമേഴ്സ് സെപ്റ്റംബർ 21. ഈ സെപ്റ്റംബർ 21 നമ്മൾ എന്തായാലും മറന്നു പോകും അല്ലേ. എന്താണ് അൽഷിമേഴ്സ് ആണെന്ന്. ഓക്കെ, അൽഷിമേഴ്സ് ദിനം. അപ്പോൾ മറന്നു പോകുന്നു പിന്നെ ആലോചിക്കും, ഞാനത് മറക്കും. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ഞാൻ മറക്കും. അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു നോക്ക്, പിന്നെ മറക്കൂല. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 21 അൽഷിമേഴ്സ്. ഏപ്രിൽ 25 എന്താണ് ഏപ്രിൽ 25 എന്താണ് മലേറിയ. ജനുവരി 31 കുഷ്ഠം. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ്. ഓക്കെ. ഇനി പോളിയോ ഒക്ടോബർ 24 പോളിയോ ഒക്ടോബർ 24 പോളിയോ ഒക്ടോബർ 24. രക്തദാനം ജൂൺ 14. രക്തദാനം ഇവിടെ തന്നെ എഴുതാം. രക്തദാനം ജൂൺ 14. രക്തദാന ദിനം ജൂൺ 14. പക്ഷെ ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 കേട്ടോ. ഒക്ടോബർ 1. അപ്പോൾ ഒക്ടോബർ 24 എന്താണ് ഒക്ടോബർ 24. ഒക്ടോബർ 24 പോളിയോ ദിനം. സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 നമ്മൾ എന്തായാലും മറന്നു പോകും, കാരണം അതാണ് അൽഷിമേഴ്സ് ആണ്. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. പിന്നെ ഏപ്രിൽ 25 മലേറിയ ദിനം. ജനുവരി 31 കുഷ്ഠം. പിന്നെ രക്തദാന ദിനമാണ് ജൂൺ 14. ദേശീയ രക്തദാന ദിനമാണ് ഒക്ടോബർ 1. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ. ഏപ്രിൽ 25 എന്താണ് മലേറിയ ദിനമാണ് അല്ലേ. ഏപ്രിൽ 25 ഇനി മറക്കില്ലല്ലേ. ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 25. പിന്നെ ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനം. പിന്നെ ഒക്ടോബർ 1 എന്താണ് അത് ദേശീയ രക്തദാന ദിനമാണ്. പക്ഷേ രക്തദാന ദിനം എന്നാന്ന് ചോദിച്ചാൽ ജൂൺ 14 ജൂൺ 14. ഓക്കെ, ജൂൺ 14 രക്തദാന ദിനം. പിന്നെ എയ്ഡ്സ് ഡിസംബർ 1 നമ്മൾ പഠിച്ചു അല്ലേ. എയ്ഡ്സ് ഡിസംബർ 1. കുഷ്ഠം ജനുവരി 30. ജനുവരി 31 അല്ല കേട്ടോ, ജനുവരി 30 കുഷ്ഠരോഗ ദിനം. ജനുവരി 30 പഠിച്ചു വെക്കണേ. കുഷ്ഠരോഗം ജനുവരി 30 കുഷ്ഠം ജനുവരി 30 കുഷ്ഠം ജനുവരി 30. ഓക്കെ, കുഷ്ഠം ജനുവരി 30. അപ്പോൾ അൽഷിമേഴ്സ് നമ്മൾ പഠിച്ചു, എന്തായാലും മറന്നു പോകും. സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ്. ഇനി എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ കിട്ടും. സെപ്റ്റംബർ 21 ഏതാണ് അൽഷിമേഴ്സ് ദിനമാണ് അല്ലേ. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ്. ജനുവരി 30 ഏതാ കുഷ്ഠം. ജനുവരി 30 കുഷ്ഠം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. ഏപ്രിൽ 7. ഏപ്രിൽ 17 എന്താണ് ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ ആണ്. പിന്നെ ഏപ്രിൽ 25 ഏതാണ് മലേറിയ ദിനമാണ്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. ഒക്ടോബർ 10 പഠിച്ചിട്ടുണ്ടായില്ലേ മാനസികാരോഗ്യ ദിനം അല്ലേ. ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. പിന്നെ ഒക്ടോബർ 24 കൂടി പഠിക്കണം, അത് പോളിയോ ദിനം അല്ലേ. പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24. ഓക്കെ. പിന്നെ അൽഷിമേഴ്സ് എപ്പോഴാണ് മറന്നുപോയി. അൽഷിമേഴ്സ് എപ്പോഴാണ് സെപ്റ്റംബർ 21. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ഹീമോഫീലിയ ഡേ ഏപ്രിൽ 17. കുഷ്ഠം ജനുവരി 30. അൽഷിമേഴ്സ് എന്തായാലും മറന്നു പോകും സെപ്റ്റംബർ 21. പിന്നെ രക്തദാനം ജൂൺ 14. പിന്നെ ദേശീയ രക്തദാനം ചോദിക്കുകയാണെങ്കിൽ അത് ഒക്ടോബർ 1 മാനസികാരോഗ്യം ഒക്ടോബർ 10. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ്സുകൾ ഇനിയും തുടരും. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്